ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഒരാളുടെ മേൽ ആരോപിക്കാവുന്ന ഏറ്റവും വലിയ ആരോപണം വർഗീയതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോപണങ്ങളൊക്കെ എൻ്റെ പേരിൽ അഴിമതി ആരോപണം വന്നു, ഞാൻ കോടതിയിൽ പോയിട്ട് അതൊന്നും എന്നെ അങ്ങനെ വിഷമിപ്പിച്ചിട്ടില്ല. വർഗീയവാദി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ട്. കാരണം നമ്മൾ അതൊരു വളരെ ഈ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഒരാളുടെ മേൽ ആരോപിക്കാവുന്ന ഏറ്റവും വലിയ ആരോപണം വർഗീയതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഴിമതിയൊന്നുമല്ല. അഴിമതിയേക്കാൾ ഭീകരമാണ് വർഗീയത എന്ന് പറയുന്നത്. ഞാൻ വളരെ സുതാര്യമായി ജീവിക്കുന്നു. എൻ്റെ നിലപാടുകൾ കൃത്യമായിട്ട് പറയും. കമ്മ്യൂണിറ്റിക്ക് അകത്താണ് നിന്നുള്ള ആരോപണങ്ങൾ എതിർപ്പിൻ്റെ പേരിലാണ് എനിക്ക് 18 വർഷമായിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ തന്നുകൊടുക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ യുവജന പ്രസ്ഥാന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഒരു പ്രോട്ടോക്കോളും ഇല്ലാതെ കിട്ടിയ ഒരാൾ ഞാനാണ്. 18 വർഷമായി. ഇപ്പോൾ ഇവരൊക്കെ മന്ത്രിമാരായപ്പോൾക്ക് ഗവൺമെന്റ്മാരെ എക്സ്ട്രാ വെക്കണം. എനിക്ക് ഓൾറെഡി ഇതുമായിട്ടാണ് വന്നത്. അപ്പോൾ ലാഭമുണ്ട്. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ അതിൽ അങ്ങനെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് അപ്പം ഞാൻ കുമ്മനം ഷാജിയായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞാനൊരു ഭീകരനായിട്ടുള്ള ഒരു താലിബാൻ ഷാജിയായിട്ട് മാറി. അപ്പം അതിന് സങ്കടകരമാണ്. അങ്ങനെ അല്ല നമ്മൾ രാഷ്ട്രീയത്തെ നേരിടേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.